അസ്സലാമു അലൈക്കും. ചെറുപയർ വെച്ച് ചെയ്യുന്ന നല്ല രുചിയുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിക്കണ്. ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ഈ കപ്പിൽ തന്നെ ഒരു കപ്പ് ചെറുപയർ ഇതിന് മുന്നേ ഒരു 5-6 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഒന്ന് പൊതിർത്തി എടുത്തുക്കണേ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ മതി എന്നാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് കുറച്ചെടുക്കാം കേട്ടോ, പകുതിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇപ്പോൾ നല്ല വറവ് അയക്കണം കേട്ടോ. ഇതിന്ന് ഒന്ന് എടുത്തുകൊണ്ട് വായിലിട്ട് നോക്കിയാൽ മതി. ഒന്ന് വായിലിട്ടാൽ ഇത് പൊട്ടണം, അല്ലാതെ ചതയല്ല. ആ ഒരു പാകാകോളം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്ത ചെറുപയർ ഞാനിപ്പോൾ ഒരു തട്ടിക്ക് മാറ്റിക്കണ്. ഇനി ഇതിൻ്റെ തൊലി കളയാൻ പറ്റുമോ നോക്കാം കേട്ടോ. ഇതിൻ്റെ തൊലി കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. തൊലി കളയാതെ അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ തൊലി കളയാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലറിലില്ലേ അത് എടുത്തുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ, തട്ടിലിട്ടുകൊണ്ട്. അപ്പം കുറച്ചൊക്കെ തൊലി പോരും. എന്നിട്ട് ആ പോന്ന തൊലി ഇതിൽ നിന്ന് ഒന്ന് ചേറിയെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ തൊലിയാണ്, ഇത് കളയാം കേട്ടോ. ഇതിപ്പോൾ എല്ലാം പാറ്റിയെടുത്തതാണ്. പിന്നെ ഇതിൽ മുഴുവനൊന്നും തൊലി പോയിട്ടില്ല കേട്ടോ. തൊലി കളയണമെന്നില്ല കേട്ടോ. തൊലി കളയാതെ അങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതും പൊതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറും കഴുകി എടുത്തുകൊണ്ട് കുക്കറിലിട്ട് വേവിച്ച കേട്ടോ. ഇനിയിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ കുക്കർക്ക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. നല്ലോണം കഴുകി എടുത്തിട്ടാണ് കുക്കർക്ക് ഇട്ട് കൊടുത്തത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പൊതിർത്തിയെടുത്ത ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 4 കപ്പ് വെള്ളം പറഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച് ഒരു 3 വിസിൽ അടുപ്പിച്ചട്ടോ. 2 വിസിൽ തീ കൂട്ടി വെക്കുക, 1 വിസിൽ തീ സിമ്മിലിട്ട് കണ്ട് കേട്ടോ. ചെറുപയർ അവിടെ വേഗണ നേരം കൊണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 7 ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിൽ 7 പിന്നെ ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിക്കണം. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതുപോലെ 2 തേങ്ങ എടുത്തിക്കണം കേട്ടോ. ഇത് ചിരണ്ടി അരച്ചുകാണ്ട് ഇതിൻ്റെ പാലെടുക്കണം കേട്ടോ. ശർക്കരയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലോണം ഉരുക്കി വന്നിക്കണം കേട്ടോ, അലിഞ്ഞ് വന്നിക്കണം. ഇതിപ്പോൾ ചെറുപയർ തീമച്ച് 3 വിസിൽ പറഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലോണം വെന്ത് വന്നിക്കണം കേട്ടോ. കുറച്ച് വെള്ളമുണ്ട് ഇടയിൽ, പക്ഷെ എന്നാലും വെള്ളം വേണം. ഈ വെന്ത ചെറുപയറിന്ന് ഒരു 2 കയ്യിൽ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടോ. ഇത് മിക്സിയിലിട്ട് കണ്ട് ഒന്ന് അരച്ച് എടുക്കാനാണ്. ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടോ, എന്നിട്ട് വേണം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്തിക്കണ്. ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കട്ടത്. ഇനി തീ കത്തിച്ചിക്കണം കേട്ടോ. മിക്സിൻ്റെ ജാറൊന്ന് ചുറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തള വന്നാൽ ഇനി ഇതിലേക്ക് ശർക്കര വെള്ളം പറഞ്ഞു കൊടുക്കട്ടോ. ഉരുക്കി വെച്ച ശർക്കര അല്ല, അത് അരിച്ചിക്കാണ്ട് വേണം കേട്ടോ പറഞ്ഞു കൊടുക്കാൻ. ശർക്കര ഉരുക്കിയെടുത്ത് മുഴുവനും ഞാൻ അതിലേക്ക് പറഞ്ഞിട്ടില്ല, കുറച്ചാട് ബാക്കി വെച്ചിരിക്കണേ. ഇനി ഇത് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി അപ്പം പറഞ്ഞു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഏലക്ക പൊടിച്ചതിട്ടെടുക്കാം കേട്ടോ. ഇതിലേക്ക് ചുക്കുപൊടിയും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. അതിൻ്റെ ചുവയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടെടുക്കാം.
ഇനി ഇതിക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ പാല് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. തേങ്ങ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്ത് എന്നിട്ട് പിന്നെ ഒരു വട്ടം കൂടി ആ ചണ്ടിക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇത് നല്ലോണം തിളക്കരുത് കേട്ടോ. തേങ്ങാപ്പാൽ പറഞ്ഞാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി തീ ഓഫാക്കാം. ഇതിപ്പം കുറച്ച് ലൂസ് പോലെയാണെങ്കിലും ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി കുറുകും കേട്ടോ. ഇത് മാങ്ങിയേക്കാം കേട്ടോ. തീ ഓഫാക്കാം. ഇതിക്ക് അവസാനമായിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർക്കട്ടോ. ഞാനിപ്പം അതൊന്നും ചേർക്കണില്ല. അപ്പോൾ അത് നല്ല രുചിയുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.